കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ മറ്റൊന്ന് ബേപ്പൂരാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കും എന്ന് ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലം, അല്ലെങ്കിൽ അട്ടിമറി നടക്കും എന്ന് ആദ്യമായി അവകാശപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് ബേപ്പൂരാണ്. മുൻ നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ ബേപ്പൂരിൽ താൻ മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും UDF തന്നെയും ബേപ്പൂരിൽ പി.വി. അൻവർ ആയിരിക്കും അവരുടെ സ്ഥാനാർത്ഥിയെന്ന് ആദ്യം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ബേപ്പൂർ മണ്ഡലം. പി.വി. അൻവർ മുൻകൂട്ടി മണ്ഡലത്തിലെത്തി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. അന്നു മുതൽ തന്നെ വലിയ മത്സരം അവിടെ ഉണ്ടാകും എന്ന ഒരു പ്രതീതി ജനിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇപ്പുറത്താകട്ടെ പി.എ. മുഹമ്മദ് റിയാസാണ്, പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയാണ്. ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു പി.എ. മുഹമ്മദ് റിയാസ്. ആ നിലയ്ക്കുള്ള സ്വാധീനം പി.എ. മുഹമ്മദ് റിയാസ് ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിനാണ്, ഒരുപക്ഷെ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് പി.എ. മുഹമ്മദ് റിയാസ് അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ പി.വി. അൻവർ അദ്ദേഹം LDFിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദു പി.എ. മുഹമ്മദ് റിയാസ് കൂടിയായിരുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തെ കൂടുതൽ ശ്രദ്ധേയവും തീവ്രവുമാക്കുന്നത്. BJP ആകട്ടെ തുടർച്ചയായ 3-ാം വട്ടം അവരുടെ യുവജന സംഘടനയുടെ നേതാവായി വളർന്നു വന്ന ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലിരിക്കുന്ന പ്രകാശ് ബാബുവിനെ വീണ്ടും മത്സരിപ്പിക്കുന്നു. BJP ക്രമാനുഗതമായി അവരുടെ വോട്ട് വിഹിതത്തിൽ വർധനയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂർ എന്നതും ശ്രദ്ധേയമാണ്. ബേപ്പൂരാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ബഷീർ, നമ്മൾ ഇത് ഈ പി.വി. അൻവറാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിച്ചപ്പോൾ ഏതാണ്ട് മത്സരചിത്രം തെളിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബേപ്പൂരിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഗ്രൗണ്ടിൽ ഈ മത്സരത്തിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞതുപോലെയുള്ള തീവ്രത ഗ്രൗണ്ടിൽ ബേപ്പൂരിൽ ഫീൽ ചെയ്യുന്നുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ഒന്ന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളുടെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ ബേപ്പൂരിനെ കുറിച്ച് പറയാം. ഇത്തവണത്തെ ഒരു പ്രത്യേകത, ആൻറ്റി ഇൻകംബൻസി ഫീൽ ഉണ്ടെങ്കിൽ ആ ഫീൽ സർക്കാരിനെതിരെ മൊത്തത്തിലല്ല, മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മരുമകനെതിരെയുമാണ് എന്ന ഒരു നെറേറ്റീവുണ്ട്. അതാണ് അൻവർ മുന്നോട്ട് വെച്ച കാര്യം. അൻവർ യഥാർത്ഥത്തിൽ CPIMൻ്റെ കടന്നൽ കൂട്ടങ്ങളുടെ നേതാവായിരുന്നു വളരെ കുറഞ്ഞൊരു കാലം. അത് കഴിഞ്ഞ് അൻവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കും ഓഫീസ് കൈകാര്യം ചെയ്യുന്ന പി ശശിയിലേക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയിലേക്കും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പി.എ. മുഹമ്മദ് റിയാസിലേക്കും തൻ്റെ ആരോപണ ശരങ്ങൾ തിരിച്ചു വെച്ചുകൊണ്ടാണ് പി.വി. അൻവർ ഇറങ്ങുന്നത്. ഇത് തന്നെയാണ് നിലമ്പൂരിൽ അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയത്. സ്വതന്ത്രനായി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ക്യാമ്പയിൻ അതായിരുന്നു. 20,000-നടുത്ത് വോട്ടാണ് അൻവർ നിലമ്പൂരിൽ പിടിച്ചത്. ആ ആവേശത്തിലാണ് അൻവർ യഥാർത്ഥത്തിൽ ബേപ്പൂരിൽ മത്സരത്തിനിറങ്ങുന്നത്. 2006-ൽ P.K. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പിന്തുടർന്ന് മത്സരിക്കുകയായിരുന്നു KT ജലീൽ. കുഞ്ഞാലിക്കുട്ടി എവിടെയുണ്ടോ അവിടെ ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച് ആ മണ്ഡലത്തിൽ അങ്ങോട്ട് ചെന്ന് മത്സരിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് മത്സരിച്ച് ഇടതുമുന്നണിയുടെ പിന്തുണ വാങ്ങി ജയിച്ച് കയറുകയാണ് ചെയ്തത്. സമാനമായൊരു മത്സരമാണ് അൻവർ ഇവിടെ ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചാരണ വിഷയം എന്നത് ഇന്നതാണ് എന്ന് പറയുകയും അതിലെ പ്രതിരൂപങ്ങൾ ഈ ആളാണ് എന്ന് പറയുകയും ആ ആൾക്കെതിരെ ഞാൻ മത്സരിക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ആ മണ്ഡലത്തിൽ ആദ്യം പോയി പ്രചാരണത്തിന് തുടക്കമിടുകയും ചെയ്തു അൻവർ. UDF സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അൻവർ അവിടെ ഫീൽഡിലുണ്ട്. അന്ന് അൻവറിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും ആ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണ് ഞാനിവിടെ ഉള്ളത്, ഞാനാണെങ്കിൽ എന്നെ വിജയിപ്പിക്കാൻ എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബേപ്പൂരിലെ മത്സരരംഗം വളരെ സജീവമാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും ഹീറ്റഡായ മത്സരം നടക്കുന്ന ചുരുക്കം മണ്ഡലങ്ങളിലൊന്ന്, പാലക്കാട് പോലെ നേമം പോലെ ഒക്കെയുള്ള മണ്ഡലങ്ങളിലൊന്നായി ബേപ്പൂർ മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയമായ കണക്കെടുത്താൽ ഇടതുപക്ഷത്തോട് വളരെ വലിയ തോതിൽ അനുഭാവം പുലർത്തുന്ന, എല്ലാ കാലത്തും വളരെ അപൂർവം ചില ഘട്ടങ്ങളിലൊഴികെ മിക്കവാറും എല്ലാ ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തെ മാത്രം പിന്തുണച്ചിട്ടുള്ള, രാഷ്ട്രീയമായി ഇടതു രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന, തൊഴിലാളി വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു തീരദേശ മണ്ഡലമാണ് ബേപ്പൂർ. ഇവിടെ അൻവറിന് എന്ത് ഇളക്കമുണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് വോട്ടെടുപ്പിന് ശേഷം പറയാം. പക്ഷേ വലിയ തോതിലുള്ള മത്സരം നടക്കുന്നു. അതോടൊപ്പം തന്നെ രാജീവ് സൂചിപ്പിച്ചതുപോലെ BJP സ്ഥാനാർത്ഥിയും നെഗ്ലിജിബിൾ അല്ലാത്ത വോട്ട് പിടിക്കും എന്ന അവസ്ഥ
ബേപ്പൂരിലുണ്ട്. ഇപ്പോൾ ബഷീർ നേരത്തെ സൂചിപ്പിച്ച ഒരു താരതമ്യമുണ്ടല്ലോ. അപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുഞ്ഞാലിക്കുട്ടി എവിടെ മത്സരിച്ചാലും അവിടെ ചെന്ന് മത്സരിക്കും എന്ന് ജലീൽ പ്രഖ്യാപിച്ചതിന് സമാനമായി പി.എ. മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ പി.വി. അൻവർ എത്തുന്നു എന്ന് പറയുമ്പോൾ ആ സിനാരിയോ ഇതുമായിട്ട് അത്രത്തോളം സിങ്കാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി അന്ന് നേരിട്ടതുപോലെയുള്ള വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി പി.എ. മുഹമ്മദ് റിയാസ് നേരിടുന്നില്ല. അത്തരത്തിലൊരു ധാർമ്മികമായ പ്രതിസന്ധി അദ്ദേഹം നേരിടുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം അത്രത്തോളം എന്താ പറയുക, വിമർശന വിധേയമായ ഒന്നല്ല. അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനവും ഒരു മെച്ചപ്പെട്ട പ്രകടനവും കാഴ്ചവെച്ച മന്ത്രിയാണ് പി.എ. മുഹമ്മദ് റിയാസ് എന്ന് നമുക്കറിയാം. മൂന്നാമത്തെ കാര്യം, മണ്ഡലത്തിൽ വളരെ ലൈവായി നിന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് പി.എ. മുഹമ്മദ് റിയാസ്. പല തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ, അതുപോലെ പലതരത്തിലുള്ള പദ്ധതികളിലൂടെ ബേപ്പൂർ മണ്ഡലത്തിൽ ഭയങ്കരമായി സജീവമായി നിന്നിരുന്നു കഴിഞ്ഞ 5 വർഷവും മുഹമ്മദ് റിയാസ്. അപ്പോൾ അൻവറിൻ്റെ പൊളിറ്റിക്കൽ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വലിയ ഇഷ്യൂ ആയി നിൽക്കെ തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി, ജനപ്രതിനിധി, പിന്നെ ദീർഘകാലമായി കോഴിക്കോടിൻ്റെ പൊതുമണ്ഡലത്തിലുള്ളൊരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് പി.എ. മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിയുടെ മരുമകനാകുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ സജീവമായി നിന്നിരുന്ന വ്യക്തിത്വമാണ് പി.എ. മുഹമ്മദ് റിയാസ്. ഈ നിലയ്ക്കുള്ള അഡ്വാൻറ്റേജ് അവിടെ പി.എ. മുഹമ്മദ് റിയാസിന് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ ഈ മുഹമ്മദ് റിയാസിൻ്റെ പ്രൊഫൈൽ അവിടെ മാറ്റിവെച്ചാൽ യഥാർത്ഥത്തിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം റിയാസിനും അപ്പുറത്ത് പിണറായിക്കെതിരാണ്. പിണറായിയുടെ ഓഫീസിനെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ധർമ്മടത്ത് പോയി മത്സരിക്കുന്നതിന് പകരം അൻവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. ഒരുപക്ഷെ അതിൻ്റെ വിന്നബിലിറ്റി സാധ്യത കൂടി പരിഗണിച്ചായിരിക്കണം അദ്ദേഹത്തിന് ഒരു ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യാവുന്ന ഒരു സ്ഥലം എന്ന പരിഗണനയിലായിരിക്കണം യഥാർത്ഥത്തിൽ ബേപ്പൂർ തിരഞ്ഞെടുത്തത്. ബേപ്പൂർ വരുമ്പോൾ അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ സ്വന്തം ഒരു മെക്കാനിസം ഉണ്ട്. ഇപ്പോൾ നിലമ്പൂരൊക്കെ അൻവർ വർക്ക് ചെയ്തത് LDFൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും അൻവറിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു മെക്കാനിസം അൻവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലൊരു മെക്കാനിസം ഒരുപക്ഷെ ബേപ്പൂർ അൻവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒപ്പം UDFൻ്റെ ഭാഗമായി നിൽക്കുന്ന ലീഗിൻ്റെ വലിയ സജീവമായൊരു പിന്തുണയും അൻവറിനുണ്ട്. ഇതാണ് സത്യം പറഞ്ഞാൽ അൻവറിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൽ. ഇപ്പുറത്ത് LDFനെ സംബന്ധിച്ച് LDFന് എല്ലാ കാലത്തുമുള്ള വളരെ സുഘടിതമായ സംഘടനാ സംവിധാനമുണ്ട്. പി.എ. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഉണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ തന്നെ ഉണ്ടാകും, ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനം മുഹമ്മദ് റിയാസ് നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏതാണ്ട് എന്താ പറയുക, തുല്യമായി മുന്നോട്ട് നീങ്ങുന്നു എന്നൊരു പ്രതീതി ഗ്രൗണ്ടിൽ ഉണ്ടാക്കാൻ രണ്ടു കൂട്ടർക്കും സാധിച്ചിട്ടുണ്ട്. UDF പ്ലസ് അൻവർ എന്ന ഒരു കോമ്പിനേഷൻ ഇവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ. ഈ അൻവറിൻ്റെ കാര്യത്തിൽ അൻവർ പണ്ട് ഏറനാട്ടിൽ CPI സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചപ്പോഴും, പൊന്നാനിയിൽ മത്സരിച്ചപ്പോഴും, നിലമ്പൂരിൽ മത്സരിച്ചപ്പോഴും, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും എല്ലാം അൻവർ സ്വന്തം നിലയിൽ ഒരു ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യുന്ന ആളാണ്. ആ നിലക്ക് പണം ഇറക്കി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തുന്ന ആളാണ് അൻവർ. അതിനൊരു ശേഷിയുണ്ട് അദ്ദേഹത്തിന്. അതോടൊപ്പം UDFൻ്റെ സംവിധാനങ്ങൾ കൂടി അക്കാര്യത്തിൽ അൻവർ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി, ഇവിടെ പൊതുവെ കോൺഗ്രസ്സാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായി വരാറ്. പക്ഷേ അൻവർ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി ലീഗ് അദ്ദേഹത്തെ സ്വന്തം സ്ഥാനാർത്ഥിയായി ഏറ്റെടുത്ത് ലീഗ് കൂടി ചേർന്നാണ് ആ തീരുമാനങ്ങൾ എടുത്തത്. അതുകൊണ്ട് ലീഗ് അൻവറിനെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെപ്പോലെ എടുത്താണ് പ്രചാരണം നടത്തുന്നത്. ലീഗിന് വളരെ വലിയ ശക്തിയുള്ള പ്രദേശവും കൂടിയാണ് ബേപ്പൂർ. അതുകൊണ്ട് ഇത് ലീഗ് മുന്നിൽ നിന്ന്, അൻവറിനെ മുന്നിൽ നിർത്തി ലീഗ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ഈ മണ്ഡലത്തിൽ ഒരു സംശയവുമില്ലാതെ ഇടതുപക്ഷ അനുകൂലമായ ഒരു മണ്ഡലമാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി, ഫറൂഖ് മുനിസിപ്പാലിറ്റി, കടലുണ്ടി പഞ്ചായത്ത്, കോഴിക്കോട് കോർപ്പറേഷനിലെ 14 വാർഡുകൾ, മാറാട്, ആ ഏരിയയൊക്കെ ചേരുന്ന വാർഡുകൾ, ഇത്രയും ചേർന്നതാണ് ബേപ്പൂർ മണ്ഡലം. ഈ മണ്ഡലം ഉടനീളമെടുത്താലും അതിൽ ബേപ്പൂർ മുനിസിപ്പാലിറ്റി, ഫറൂഖ് മുനിസിപ്പാലിറ്റി പോലുള്ള ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി ഇടതുപക്ഷത്തിന് വലിയ ശക്തിയുള്ള പ്രദേശങ്ങളാണ്. തൊഴിലാളി വിഭാഗത്തിന് വലിയ സ്ട്രെങ്ത്തുള്ള ഒരു ഇലക്ട്രേറ്റാണ് ഇവിടെ ഉള്ളത്. ആ വിധത്തിലെല്ലാം മുഹമ്മദ് റിയാസ് ആണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ, 28,000-ന് മേലെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുള്ളത്. ആ സാഹചര്യമെല്ലാം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ പ്രതലത്തിൽ വലിയൊരു മത്സരം കൊണ്ടുവരുന്നതിൽ അൻവർ വിജയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ
വലിയൊരു മത്സരമാണ് അദ്ദേഹം ഈ കാഴ്ച. ഗ്രൗണ്ടിൽ മാത്രമല്ല കേട്ടോ, സോഷ്യൽ മീഡിയയിലും ഇത് വലിയ മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. അത് തുടക്കം മുതലുണ്ട്. കാരണം വെച്ചാൽ അൻവർ ഈ സീനിലേക്ക് എൻ്റർ ചെയ്യുന്ന ഘട്ടം മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ അൻവർ നേരത്തെ പോലെ തന്നെ വളരെ സജീവമായിരുന്നു. ബേപ്പൂർ സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പായതോടെ ആ ഇടപെടൽ കൂടുതൽ സജീവമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതേ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ലൈവാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. അൻവർ തന്നെയും പല ഭാഗങ്ങളിലും സഞ്ചരിക്കുമ്പോൾ, അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ തന്നെ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ റീലുകൾ, അതിൻ്റെ ഫുട്ടേജുകൾ, ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇപ്പുറത്ത് റിയാസിൻ്റെ ടീമും അതിലൊട്ടും പുറകിലില്ല. മുൻകാലത്തുള്ള, അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ പദ്ധതികളിൽ, വിവിധ എന്താ പറയുക, സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളുടെ ഇടയിൽ ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഇതിലൊക്കെ PM മുഹമ്മദ് റിയാസ് ഇൻവോൾവ് ചെയ്തതിൻ്റെ ഫുട്ടേജസ് മുഴുവൻ റീസർഫേസ് ചെയ്തിട്ടുണ്ട്. അത് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ LDF പ്രവർത്തകർ വലിയ ഉത്സാഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വലിയ മത്സരം സാമൂഹ്യ വലിയ ഓർക്കസ്ട്രേറ്റഡ് ആയ ഓർഗനൈസ്ഡ് ആയ ഒരു ക്യാമ്പയിനാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടു കൂട്ടരും, അൻവർ ആകട്ടെ റിയാസ് ആകട്ടെ, ഉപരിതലത്തിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തുന്നതായി നമുക്ക് പോസ്റ്ററുകളിൽ നിന്നും ഹോർഡിങ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ തന്നെ ഇവൻറ്റുകൾ വഴിയും ആ തരത്തിൽ തന്നെ ഏതാണ്ട് ഈക്വലായൊരു ക്യാമ്പയിൻ നേതൃത്വം നൽകുന്നുണ്ട്. അതേസമയം ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ മറച്ചിടാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത് സത്യവുമാണ്. ഈ BJP വോട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. നമ്മൾ ഈ ഗ്രൗണ്ടിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ BJP അവരുടെ ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം വലിയ തോതിൽ ആ മണ്ഡലത്തിൽ നടത്തുന്നതായിട്ടാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ചില വാർഡുകളിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. ചില വാർഡുകൾ, അവർ ഹോൾഡ് ചെയ്തിരുന്ന വാർഡുകൾ അവർക്ക് നഷ്ടപ്പെട്ടു, വലിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളിലുള്ള വോട്ടുകളൊക്കെ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം BJP നടത്തുന്നുണ്ട് എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ചില ഘട്ടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ UDFനേക്കാൾ വലിയ പ്രചരണം BJP നടത്തുന്നു. സംസ്ഥാന ശരാശരിയേക്കാൾ വലിയ വോട്ട് ഷെയർ ഉള്ളതാണ് BJPക്ക് ഇവിടെ. 2011 8.53% ബേപ്പൂരിലെ BJPയുടെ വോട്ട് ഷെയർ. അന്ന് KP ശ്രീശനോ മറ്റാണ് മത്സരിച്ചത്. 2016 ആകുമ്പോൾ അത് 17.96%. അന്ന് പ്രകാശ് ബാബു തന്നെയാണ് മത്സരിക്കുന്നത്. 2021 വലിയ വ്യത്യാസമില്ല, 15.9%, അതായത് 16%. 2% കുറഞ്ഞു, പക്ഷെ 16%-നടുത്ത് വോട്ട് ഷെയർ BJPക്കുണ്ട്. ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് BJP വലിയ തോതിലുള്ള പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു ആവേശത്തിലാണ് യഥാർത്ഥത്തിൽ ബേപ്പൂരിലെ പ്രചരണത്തിന് പ്രകാശ് ബാബു നേതൃത്വം നൽകുന്നത്. അദ്ദേഹം തുടർച്ചയായി അറ്റംപ്റ്റ് ചെയ്യുന്നു ഈ മണ്ഡലത്തിൽ എന്നതുണ്ട്. ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ല. വലിയ തോതിൽ BJPയുടെ പ്രസൻസ് ഉണ്ട്. അത് പതുക്കെ ഇപ്പം ഈ പറഞ്ഞ കണക്ക് വെച്ചിട്ട് അതായത് 2016 17%-17%-ലധികം 18%, ഏതാണ്ട് 18% വോട്ട് BJPക്കുണ്ട്. അത് 2021 എത്തുമ്പോൾ 15%, അതായത് കറക്റ്റ് 2% ഇടിവുണ്ടാകുന്നു. ആ ഇടിവ് ഈ PM മുഹമ്മദ് റിയാസിൻ്റെ ഭൂരിപക്ഷം കുത്തനെ ഉയരുന്നുണ്ട് 2021. അതായത് 28,000-ലേക്ക് വരുന്നുണ്ട്. ഈ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതിൽ ഒരു കാരണം ഒരുപക്ഷെ ഈ 2% വോട്ട് BJPയുടെ കുറഞ്ഞത് കൂടി ആകാം. അത് നമ്മൾ അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ BJP ഒരു അവരുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തിയാൽ അത് ഹിറ്റ് ചെയ്യുക UDFനായിരിക്കോ LDFനായിരിക്കോ? ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അത് LDFനെ അങ്ങനെ ഹിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ വലിയൊരു പൊളിറ്റിക്കൽ ഇലക്ടറേറ്റാണ് ഇവിടെ ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ഡിവൈഡഡ് ആയ ഒരു ഇലക്ടറേറ്റാണ്. BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ കമ്മ്യൂണലി ഡിവൈഡഡായി കിടക്കുന്ന ഒരു പ്രദേശമാണിത്. മാറാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുള്ള മണ്ഡലമാണിത്. അതുകൊണ്ട് ആ വോട്ട് LDFിലേക്ക് പോകും എന്ന് കരുതാൻ വയ്യ. ലൂസായ ഒരു വോട്ട് അത് UDFന് നഷ്ടമാകാനോ അല്ലെങ്കിൽ UDFിലേക്ക് പോകാനോ ആണ് സാധ്യതയുള്ളത്, ഈ BJPയുമായി ബന്ധപ്പെട്ട വോട്ട്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അത് LDFനെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലല്ല അവിടുത്തെ സാമൂഹിക അന്തരീക്ഷമുള്ളത്. റൈറ്റ്. ഇത് പറയുമ്പോഴേ ഈ മത്സരത്തിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരുന്നത്, ആ തീവ്രതയെ സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അൻവറിനെതിരെ 1-2 അപരന്മാർ രംഗത്തുണ്ട്.
അതായത് അൻവർ എന്ന പേരുള്ള മറ്റ് 2 കാൻഡിഡേറ്റ്സ് കൂടെ രംഗത്തുണ്ട്. അൻവറിൻ്റെ ചിഹ്നമാണെങ്കിൽ ഗ്യാസൂറ്റിയാണ്. അപ്പോൾ അത് ചിലപ്പോൾ കൈപ്പത്തിയോ അല്ലെങ്കിൽ കോണിയോ അങ്ങനെ ഒരു പാർട്ടി സിമ്പൽ എന്ന് സ്പെസിഫിക്കായി നമുക്ക് പറയാൻ പറ്റാത്തൊരു സിമ്പലാണ് അൻവറിൻ്റെ ചിഹ്നമായിട്ടുള്ള ഗ്യാസൂറ്റി. അപ്പോൾ ഈ മത്സരം തീവ്രമാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് ഈ അൻവറിന് 2 അപരന്മാരുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ചിഹ്നത്തിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് അൻവർ അവിടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഗ്യാസ് കുറ്റി എടുത്ത് പൊക്കി നടക്കുന്ന അൻവറിന്റെ ഫോട്ടോ കണ്ടു. അതെ, ഗ്യാസ് കുറ്റിക്ക് സൈഡിൽ ഇരിക്കുന്ന അൻവറിന്റെ ഫോട്ടോ കണ്ടു. ഈ ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെടുത്തി ഗ്യാസിനെ കണക്ട് ചെയ്തുള്ള ഈ വിധത്തിലുള്ള വലിയ പ്രചാരണങ്ങൾ നടക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയൊരു പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ബേപ്പൂർ 2 പക്ഷത്തും നടക്കുന്നത്. അതിൽ അൻവർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റയ്ക്ക് ക്യാമ്പയിൻ നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശേഷി ഈ ചിഹ്നത്തെയൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ കാണാം. വലിയ തോതിൽ ചിഹ്നം ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പക്ഷേ ഈ ഒരു ചലഞ്ച് ഉള്ളത് കൊണ്ടായിരിക്കും ആ തരത്തിലുള്ള ക്യാമ്പയിനാണ് അൻവർ അവിടെ നടത്തുന്നത്. ഇവിടെ ഈ സിനാരിയോ വരുന്നതിന് മുമ്പുള്ള 2011 ചിത്രം എന്ന് പറയുന്നത് 46.8% വോട്ടാണ് എളമരം കരീം മത്സരിച്ചപ്പോൾ 2011 കിട്ടിയത്. ആദം മുൽസിയാണ് സ്ഥാനാർത്ഥി അന്ന് UDFൻ്റെ 42.69%. ശ്രീഷനാണ് BJP സ്ഥാനാർത്ഥി 8.53%. ഇതായിരുന്നു ഏറെക്കാലം ബേപ്പൂരിൻ്റെ ഒരവസ്ഥ. അതിനുള്ള മാറ്റം, അതിന് പെട്ടെന്ന് മാറ്റം വരികയും BJPയുടെ വോട്ട് ഷെയർ ഏതാണ്ട് ഇരട്ടിയാവുകയും മറ്റ് ഇടങ്ങളിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. 2016 എത്തുമ്പോൾ അത് VKC മുഹമ്മദ് കോയ 44.39%. ആദം മുൽസി തന്നെയാണ് UDF സ്ഥാനാർത്ഥി 35%, 35.16%. ഇന്നത്തെ സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബു തന്നെയാണ് അന്നും BJP സ്ഥാനാർത്ഥി 17% വോട്ട്. അതായത് മാർജിൻ 14,363 ആ വ്യത്യാസം അതിനടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും PA മുഹമ്മദ് റിയാസിന് 44 നിന്ന് 49.73%, ഏതാണ്ട് 5%. PM നിയാസാണെന്ന് UDFന് മത്സരിച്ചത് 32.33%. പ്രകാശ് ബാബുവിന് 15.9, 16%. എന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ട് 2% വ്യത്യാസമുണ്ടായി, കുറഞ്ഞു. കോൺഗ്രസിൻ്റെ വോട്ടിൽ വലിയ തോതിൽ 17% വ്യത്യാസം യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് റിയാസും നിയാസും തമ്മിലുണ്ടായി. പക്ഷെ മുഹമ്മദ് റിയാസിൻ്റെ ഭൂരിപക്ഷം ആ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ 28,000 ഉയർന്നു. അപ്പോൾ 28,000 വോട്ടിന് തൊട്ട് മുമ്പ് വിജയിക്കുകയും അതിനുശേഷം കന്നി MLA എന്ന നിലയിൽ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2-3 വകുപ്പുകൾ കൈയാളുകയും അക്കാര്യത്തിൽ എഫിഷ്യൻ്റായ ഒരു മിനിസ്റ്റർ എന്ന പേരെടുക്കുകയും മണ്ഡലത്തിൽ വലിയ തോതിലുള്ള വികസന പരിപാടികൾ നടപ്പിലാക്കുകയും ചെയ്ത ഒരാൾ തന്നെയാണ് റിയാസ്. അത്തരമൊരാളോടാണ് അൻവർ മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ ഗ്രൗണ്ടിലെ റിയാലിറ്റി എന്ന് പറയുന്നത് 5 വർഷത്തെ റിയാസിൻ്റെ പ്രവർത്തനം കൂടി കൗണ്ട് ചെയ്ത് പരിഗണിക്കേണ്ടതാണ്. ഇത് പരിഗണിക്കുമ്പോഴേ ഇപ്പോൾ 2021 ഒരു ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിന് മാത്രം കിട്ടുന്ന ഒരു ഭൂരിപക്ഷം അല്ല. ആ ഇലക്ഷൻ്റെ ഒരു സ്വീപ്പാണ്. ആ ഇലക്ഷനിൽ 2021 LDF നേടിയ വലിയ വിജയത്തിൻ്റെ അതിൽ പല സ്ഥാനാർത്ഥികൾക്കും വൻ മാർജിനിലുള്ള ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ബേപ്പൂർ ആ ഭൂരിപക്ഷത്തിലേക്ക് PA മുഹമ്മദ് റിയാസ് എത്തുന്നത്. അതിലൊരു പക്ഷേ ഒരു ഇടിവുണ്ടാക്കാൻ PV അൻവറിന് വലിയ പ്രയാസം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അൻവറിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള പ്രചാരണ ശൈലി, അൻവറിൻ്റെ ഒരു ഏറ്റുമുട്ടൽ ശൈലി, അതായത് ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ രണ്ടങ്ങോട്ട് പറയുക എന്നുള്ള മട്ടിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ലൈനിലുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, ഈ രീതി. പിന്നെ UDFൻ്റെ ഒരു വർദ്ധിത വീര്യം, കാരണം അൻവറിനെ മുന്നിൽ നിർത്തിയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ UDFന് ഉണ്ടാക്കുന്നൊരു വർദ്ധിത വീര്യം. ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ഭൂരിപക്ഷം എന്നുള്ളത് അതിലൊരു മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കില്ല. ഈ സംസ്ഥാനത്തുടനീളം UDF എടുത്തുപയോഗിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവാണ് ഇത്തവണ അൻവറാണ് ഇത് കോയിൻ ചെയ്തെടുത്തത്. അൻവറാണ് CPIMന് മേൽ, പിണറായി വിജയന് മേൽ ഒരു മൃദു ഹിന്ദുത്വം ഉൾപ്പെടെയുള്ളത് ആരോപിച്ചത്. RSSന് കീഴ്പ്പെട്ടു കേരള പോലീസ് എന്ന മട്ടിലുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിയത് അൻവറാണ് മലപ്പുറത്ത് അമിതമായി കേസുകൾ വരുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചത്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വിവേചനപരമായ സമീപനമുണ്ട് എന്നുവരെ അൻവർ ആരോപിച്ചു. ഈ ആരോപണങ്ങൾ നിലമ്പൂരിൽ ഉന്നയിച്ചുകൊണ്ടാണ് അൻവർ 20,000 വോട്ട് നേടിയത്. അതേ ആരോപണങ്ങൾ ഉന്നയിക്കാവുന്നൊരു ഭൂമിക തന്നെയാണ് ബേപ്പൂർ.
ഏതാണ്ട് മലപ്പുറത്തിന് സമാനമായൊരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്ന മലപ്പുറത്തോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അൻവർ ഉന്നയിച്ച ഈ പ്രശ്നങ്ങൾ എത്രയും ചർച്ചയ്ക്കെടുക്കാവുന്ന ഒരു മണ്ഡലം കൂടിയാണ് ബേപ്പൂർ. അതുകൊണ്ട് ഇളക്കമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഭൂരിപക്ഷം കുറയുന്നതിലാവുമോ കലാശിക്കുക, അതോ ഒരു അട്ടിമറിയിലാണോ കലാശിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അട്ടിമറി എന്ന് പറയുമ്പോഴേ നമ്മൾ വെച്ചാൽ ഈ ഒരു പാൻ കേരള ആൻറ്റി ഇൻകംപൻസി വേവ് ഉണ്ടായ ഘട്ടത്തിൽ പോലും ബേപ്പൂരും മറിഞ്ഞിട്ടില്ല. ബേപ്പൂരിൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് മണ്ഡലത്തിൻ്റെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ബേപ്പൂർ സെൻട്രിക് ആയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ബേപ്പൂർ സെൻട്രിക് ആയിട്ടുണ്ട്. ബേപ്പൂർ ജയിക്കുക എന്നുള്ളത് LDF സംബന്ധിച്ചും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. UDF സംബന്ധിച്ചും UDF-നേക്കാളുപരി അൻവറിനെ സംബന്ധിച്ചും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഒരുപക്ഷെ ഭൂരിപക്ഷത്തിലൊരു വൻതോതിൽ ഇടിവുണ്ടാക്കാൻ സാധിച്ചാൽ പോലും വിജയിച്ചു എന്ന് വേണമെങ്കിൽ അൻവറിന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലപ്പുറത്തേക്ക് ബേപ്പൂർ ഒരു അട്ടിമറി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പ്രചരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. അവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ അതിനൊരു കാരണം, ഒന്ന്, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിന് എത്രയോ മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് തന്നെ വ്യവസ്ഥാപിതമായ പ്രചാരണം LDF അവിടെ തുടങ്ങിയിട്ടുണ്ട്. ബൂത്ത് തലത്തിലുള്ള പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അൻവറും നേരത്തെ വന്നു, പക്ഷേ അൻവർ ഒറ്റക്കാണ് വന്നത്. അൻവർ ഒരു ഇളക്കമുണ്ടാക്കാനാണ് വന്നത്. അൻവറിൻ്റെ വ്യവസ്ഥാപിതമായ പ്രചാരണം, ഒരു മുന്നണി സംവിധാനം എന്ന മട്ടിലുള്ള പ്രചാരണം വൈകിയാണ് തുടങ്ങിയത്. അപ്പം നേരത്തെ പ്രചാരണം വ്യവസ്ഥാപിതമായി തുടങ്ങി എന്നൊരു അഡ്വാൻറ്റേജ് ഒരു പക്ഷേ റിയാസ് എടുത്തേക്കും. ഗ്രൗണ്ടിൽ വളരെ സംഘടിതമായൊരു സംവിധാനമുണ്ട് റിയാസിന്. അക്കാര്യത്തിലും അൻവറിനേക്കാൾ മികച്ചതായിരിക്കും റിയാസിൻ്റെ ക്യാമ്പയിൻ. റൈറ്റ്. എന്തായാലും ബേപ്പൂർ കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഒരു മത്സരമാക്കി മാറ്റിയെടുക്കാൻ PV അൻവറിന് തുടക്കത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആ എൻട്രി തന്നെ ആ വിധത്തിലുള്ളതായിരുന്നു. അതിനെ LDF സംഘടനാ സംവിധാനത്തിനോടും PA മുഹമ്മദ് റിയാസ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ബേപ്പൂരിൽ ഉണ്ടാക്കിയെടുത്ത ജനസ്വാധീനത്തോടും മത്സരിക്കാൻ പാകത്തിലുള്ളതാക്കി മാറ്റിയിട്ടുണ്ടോ അൻവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. എന്തായാലും ഗ്രൗണ്ടിൽ മത്സരം കടുത്ത ആവേശത്തിൽ തന്നെയാണ് എന്നതിൽ തർക്കം വേണ്ട. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.